അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ മീൻ തിളപ്പിച്ചതാണ് കേട്ടോ. മീൻ അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരുവിധം മീനുകളൊക്കെ നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ചാള, അയില, പിന്നെ മാന്തൾ, പിന്നെ അതുപോലെ തന്നെ മുള്ളൻ, കരിമീൻ, അങ്ങനത്തെ മീനുകളൊക്കെ നമുക്ക് ഇതിന് വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 1/4 കിലോ മുള്ളനാണ് എടുത്തത്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പിടി ചെറിയ ഉള്ളിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. വേപ്പില, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി. അപ്പോൾ ഇത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ചെറിയ ഉള്ളി സവാള കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് വെളിച്ചെണ്ണ തട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ടൊന്ന് ചെറുതായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ചെറിയ ഉള്ളി എടുക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് മീൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചെറിയ ഉള്ളി ആ കറിക്ക് നല്ല തിക്കും, പിന്നെ എന്താ പറയുക, കുറച്ച് ഗ്രേവിയൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുവിധം വഴന്നു കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊക്കെ കൂടി ചേർത്ത് ഈ തക്കാളി നന്നായി ഒന്ന് വഴന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് ക്രഷ്ഡ് ചില്ലി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുളക് പൊടിയുടെ അളവ് അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതിയാവും. ഞാൻ പിന്നെ ഇവിടെ കാശ്മീരി ചില്ലിയും കൂടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർത്തിട്ടുണ്ട്. ക്രഷ്ഡ് ചില്ലി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മൂത്ത് വരണം. അപ്പം നമ്മൾ മുളക് പൊടിയുടെ അളവും പിന്നെ ക്രഷ്ഡ് ചില്ലിയുടെ അളവൊക്കെ എടുക്കുന്നത് മീനനുസരിച്ചിട്ട് വേണം കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി എടുക്കുമ്പോൾ നല്ലൊരു കളറും കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ ഇതിട്ട് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ചെറിയ മീനായതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്താൽ മതിയാവും കേട്ടോ. കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ച് കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ കുടംപുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം മീനിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ മീനായതുകൊണ്ട് തന്നെ വെള്ളം നന്നായി തിളച്ചൊന്ന് കുറച്ച് കുറുകിയതിന് ശേഷം മീനിട്ടാൽ മതി കേട്ടോ. അതല്ല വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അയില, വേറെ വലിയ മീനുകളൊക്കെ ഇപ്പോൾ കണമ്പ് അങ്ങനത്തെ മീനൊക്കെ നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറച്ച് നേരമായിട്ട് തിളപ്പിക്കാം. ഇപ്പോൾ ഇതായതുകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇട്ടത്. ചോറ് കൂട്ടി കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്